PMC വിഷയത്തിലേക്ക് വന്നാൽ അങ്ങ് തന്നെ പറയുന്ന ആ പാപപത്രത്തിൽ ഒപ്പിട്ട പാപമംഗലമായ ഭൂതകാലം നിങ്ങൾക്ക് മറന്നുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങാൻ പറ്റി ധാർമ്മികമായ അവകാശ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഉണ്ടോ ശ്രീ കേൾകുമാർ? താങ്കൾ പറയുന്ന ഫണ്ടിന്റെ ഗതികേടാണെങ്കിൽ എന്ന് പറഞ്ഞാൽ SSK ഫണ്ട് തടയുന്ന ഗതികേടാണെങ്കിൽ അതിനെയും തടയപ്പെടും. ആ ഗതികേട് ഈ സർക്കാരിന് മേൽ ബാധകമായി നിൽക്കുന്നുണ്ട് ഇല്ലേ? ഫണ്ടിനപ്പുറം നമ്മൾ രാഷ്ട്രീയമാണ് ഉന്നയിക്കുന്നതെങ്കിൽ നമ്മൾ ഒപ്പിടാൻ പാടില്ലായിരുന്നു. നമ്മൾ ഒപ്പിട്ടു. അതിന് തലേ ദിവസവും ഇത് കാവ്യ അജണ്ട എന്ന് പറയുകയും ഇത് മനുസ്മൃതിയുടെ സ്ക്രിപ്റ്റ് ആണെന്ന് പറയുകയും ഇത് ഹിന്ദു രാഷ്ട്ര സംസ്ഥാപനത്തിലാണെന്ന് പറയുകയും മതേതര ഹിന്ദുവിനെ വർഗീയ ഹിന്ദു ആക്കാനുള്ള ഉടായ്പാണെന്ന് എം സ്വരാജ് പറയുകയും നമ്മൾ പോയി ഒപ്പിട്ടിട്ട് ഇനി പോയ ബസ് പിടിച്ചാൽ കിട്ടുമോ? അത് പിന്മാറാൻ പറ്റില്ല MOU പ്രകാരം. അല്ല പിന്നെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടാവണം. ഹാഷ്മിക്ക് അല്പം പോലും ധാരണയില്ല ഈ കാര്യത്തിൽ ചർച്ച ചെയ്യാൻ വരുമ്പോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ ആരെങ്കിലും നിയമം അറിയാവുന്നവരോടൊന്ന് ചോദിക്കണം, എന്താണ് MOU, എന്താണ് എഗ്രിമെന്റ് എന്ന് നിയമം അറിയാവുന്ന ആരോടിരുന്ന് ചോദിച്ചിട്ട് വന്നാൽ ഇന്നിങ്ങനെ വിഡ്ഢിത്തരം പറയില്ല. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ധാരണാപത്രം എന്നാണ് അതിൻ്റെ മലയാളം. ധാരണാപത്രം എന്ന് പറഞ്ഞാൽ കരാറല്ല. കരാർ എന്ന് പറഞ്ഞാൽ പ്രതിഫലമുള്ളതായി തീരണം എന്ന് പറഞ്ഞാൽ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ 1 വെള്ളി രൂപ കേന്ദ്രത്തിൽ നിന്ന് കൈപ്പറ്റിയെങ്കിൽ നിങ്ങൾ പറയുന്ന എല്ലാ വാദങ്ങളും തല കുമ്പിട്ട് ഞങ്ങൾ കേൾക്കും. ഇപ്പൊ കേൾക്കാൻ സൗകര്യപ്പെടില്ല എന്ന് പറയാൻ കാരണം എന്താണ്? 1 വെള്ളി രൂപ കേരള സർക്കാർ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആ നുണ പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യം ആ നുണ തിരുത്തണം. PM ശ്രീയിൽ കരാറുണ്ടോ? ഇല്ല. ഒപ്പിട്ടതാരാണ്? ഒരു വകുപ്പ് സെക്രട്ടറിയാണ്, അഡീഷണൽ സെക്രട്ടറി ഒപ്പിട്ടു, അല്ലാതെ വേറൊരാളും ഒപ്പിട്ടിട്ടില്ല. അതിനെ സംബന്ധിച്ച് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തപ്പോൾ എന്താ തീരുമാനിച്ചത്? മുന്നോട്ട് പോകേണ്ടതില്ല. ഇപ്പൊ തീരുമാനം മന്ത്രിസഭയുടെയാണോ വകുപ്പ് സെക്രട്ടറിയുടേതാണോ? വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി എടുത്ത തീരുമാനം മന്ത്രിസഭ തിരുത്തി, LDF രാഷ്ട്രീയമായി തിരുത്തി, മന്ത്രിസഭ തിരുത്തി. എന്താണ് വകുപ്പ് സെക്രട്ടറി അതിലേക്ക് പോകാൻ കാരണം? PM ശ്രീയുടെ ഫണ്ടിന് വേണ്ടിയല്ല, മറ്റേ ഫണ്ട് തടഞ്ഞു വെച്ചു. നിങ്ങൾ ആലോചിക്കൂ, കാശ്മീർക്ക് അല്പമെങ്കിലും ധാരണയുണ്ടെങ്കിൽ ആലോചിക്കൂ. LDF സർക്കാർ ഇറങ്ങിയിട്ട് ഇപ്പോൾ കാലം എത്രയായി? കഴിഞ്ഞ മാർച്ച് 31 ആയപ്പോഴത്തേക്കും PM ശ്രീ ഫണ്ട് അല്ല SSK ഫണ്ട് വല്ലതും മിച്ചം കിട്ടാൻ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും 1000 കോടി മിച്ചം കിട്ടാനുണ്ട്. എന്നാൽ ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ടല്ലോ, കരാർ നടപ്പായല്ലോ, സതീശൻ പറഞ്ഞല്ലോ, അതിൻ്റെ കാശും കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ എങ്ങനെ 1000 കോടി രൂപ ഇപ്പോൾ കുടിശ്ശിക കിടക്കുന്നത്? 2 സത്യമില്ലല്ലോ. സതീശൻ ഏത് നുണയും പറയാം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നുണ പറഞ്ഞാണ് ഞങ്ങളെ തോപ്പിച്ചത്. ഇപ്പോഴും പച്ചയ്ക്ക് ജനങ്ങളെ പറ്റിച്ചിട്ടാണ് ഈ സൗജന്യ യാത്ര എന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദിക്കുന്നവരോട് ചൂടായിക്കൊണ്ടിരിക്കും. എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പൊ കേരളത്തിന് SSK ഫണ്ട് മിച്ചം കിട്ടാനുണ്ടോ? ഞങ്ങൾ ഈ പദ്ധതിയിൽ ചേർന്ന് എന്ന് പൂർണ്ണമായി ചേർന്നിരുന്നു. അല്ലല്ല, അത് ജിൻഡോടല്ല ചോദിക്കേണ്ടത്. നമുക്ക് ഈ പറഞ്ഞ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ശ്രീ അനിൽകുമാർ, നമ്മൾ ഈ പറഞ്ഞ സാങ്കേതികത്വമേ പറയേണ്ട കാര്യമില്ല, MOU പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ഈ പദ്ധതി ശരി പോയ സർക്കാർ നടത്തിയ രാഷ്ട്രീയ തെറ്റാണെങ്കിൽ ഞങ്ങൾ ആ തെറ്റ് തിരുത്തുന്നു. ഞങ്ങൾ ഈ പദ്ധതി സൗകര്യമില്ല എന്ന് പ്രഖ്യാപിച്ച കേന്ദ്രം ഒന്നും ചെയ്യാനില്ല. ഞാൻ പറയട്ടെ, അത് വേറെ ചോദ്യം, അത് വേറെ കാര്യം. അത് ജിൻഡോടല്ല ചോദിക്കേണ്ടത്. അത് ജിൻഡോടല്ല ചോദിക്കേണ്ടത്. ഒരു മുഖ്യമന്ത്രി നുണ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ നുണയെ പൊളിക്കാൻ മാധ്യമങ്ങൾക്ക് ബാധ്യതയുണ്ടോ? എൻ്റെ ചോദ്യം അതാണ്. ഒരു മുഖ്യമന്ത്രി നുണ പറഞ്ഞാൽ നിങ്ങളുടെ പണി എന്താ? ഞങ്ങൾ 10 കൊല്ലം ഇരുന്നപ്പോൾ നിങ്ങളുടെ പണി എന്തായിരുന്നു? നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു. നിങ്ങളുടെ ഒരു സൗജന്യത്തിന് ഞങ്ങൾ വന്നിട്ടുമില്ല, നിങ്ങൾ ഞങ്ങളോട് സൗജന്യമായി പെരുമാറിയിട്ടുമില്ല. പണി എടുക്ക്. ഞാൻ ചോദിക്കുന്ന, ഒരു മുഖ്യമന്ത്രി ഇന്നലെ നുണ പറഞ്ഞു. അല്ലല്ല, പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടെ, ഒരു മുഖ്യമന്ത്രി ഇന്നലെ നുണ പറഞ്ഞു. PM ശ്രീ ഫണ്ട് കൈപ്പറ്റിയില്ല എന്ന് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു ഗവൺമെന്റ്. പാർലമെന്റിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ. പക്ഷെ മുഖ്യമന്ത്രി നുണ പറഞ്ഞാൽ നിങ്ങളെ പൊളിച്ചില്ല. എന്നിട്ടോ ഇപ്പൊ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, PM ശ്രീ ഫണ്ട് കട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, SSKയിൽ എങ്ങനെ കുടിശ്ശിക വന്നു? ഇപ്പോഴും ഞങ്ങൾ മോദി പറഞ്ഞത് ഒപ്പിട്ടിരുന്നെങ്കിൽ SSKയുടെ 1000 അന്നേ കിട്ടുമായിരുന്നു. നിങ്ങൾ മോദി പറഞ്ഞ ഒപ്പിട്ടു വേണ്ടെന്ന് തീരുമാനിച്ചു. ആ MOU-ൽ പറയുന്നത് ഡോസ് ആൻഡ് ഡെൽ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ലിറ്ററേച്ചർ reserves the right to rescind, cancel, terminate the agreement in the interest of the public by giving a notice of 30 days. In the event of any amendment, alteration or modification, the terms of the agreement it shall be made through mutual consent of both the parties. എന്ന് പറഞ്ഞാൽ MOU എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പരസ്പരധാന മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് PM ശ്രീയിൽ എല്ലാ സംസ്ഥാനവും ഉൾപ്പെടുന്നത് കരാറല്ല, MOU തന്നെയാണ്. അതിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്ക് 30 നോട്ടീസ് അത് ടെർമിനേറ്റ് ചെയ്യാം. അതല്ലാതെ മാറ്റണമെങ്കിൽ സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് ആലോചിച്ച് മാറ്റങ്ങൾ വരുത്താം. അങ്ങ് എന്റെ വിവരത്തെ പറ്റി പറഞ്ഞല്ലോ, അങ്ങ് മിനിമം MOU ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറയണം ചർച്ചയ്ക്ക് വരുമ്പോൾ ശ്രീ അനിൽകുമാർ. കാശ്മീർക്ക് മിനിമം അത് തന്നെ ഞാൻ പറഞ്ഞുതരാം.
ഇത് കഴിഞ്ഞ ചില സംഭവങ്ങളുണ്ടായി കാശ്മീർ. ഇതിനു ശേഷമാണ് നവംബർ 12-ാം തീയതി ഇത് കെപ്റ്റിൻ അബയൻസ് എന്ന് ഞങ്ങൾ കേരള സർക്കാർ അങ്ങോട്ട് അറിയിച്ചത് കേന്ദ്ര സർക്കാർ സമ്മതിച്ചു. നരേന്ദ്രമോദിക്ക് ഒരു തർക്കവുമില്ല. നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ഒരു തർക്കവുമില്ല. PM ശ്രീ പദ്ധതി കേരളമുണ്ട് എന്നവർക്ക് അഭിപ്രായമില്ല. അതിന് കാരണം എന്താ? 3 കാര്യം ഞാൻ പറയാം. ഒന്ന്, സുപ്രീം കോടതിയിൽ അവർ കൊടുത്ത അഫിഡവിറ്റിൽ എന്താ പറയുന്നത്? ഭിന്നശേഷിക്കാരുടെ കേസിൽ ഈ MOU നിന്ന് കേരളം പിന്മാറി, PM ശ്രീയിൽ അവർ ഉൾപ്പെട്ടിട്ടില്ല എന്ന് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിന് വേണ്ടിയാണ് ഞാൻ വാദിക്കുന്നത്. ഞാൻ പറയാം. രണ്ടാമത്തെ പോയിന്റ്, പാർലമെന്റിൽ ചോദ്യത്തിന് മറുപടിയിൽ എന്താ പറയുന്നത്? PM ശ്രീയിൽ കേരള സർക്കാർ പിന്മാറി, അവരില്ല. മൂന്നാമത്തെ എന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഇന്ന് ബഹുമാനപ്പെട്ട കാശ്മീർ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, PM ശ്രീ പോർട്ടലിൽ ഡാഷ് ബോർഡിൽ ഒന്ന് ചെക്ക് ചെയ്യുക. സ്റ്റാറ്റസ് ഓഫ് കേരള നോക്കാം, സ്റ്റാറ്റസ് ഓഫ് തെലുങ്കാന നോക്കാം, സ്റ്റാറ്റസ് ഓഫ് കർണാടക നോക്കാം. എന്താ സ്റ്റാറ്റസ് കാണുന്നത്? കേരള സർക്കാർ ഒരു സ്കൂളിൽ പോലും ഏർപ്പെടുത്താൻ വേണ്ടി ലിസ്റ്റ് കൊടുത്തിട്ടില്ല. 2, അതിനൊക്കെ വലിയ തമാശ എന്താണെന്നറിയോ? നാളെ ബഡ്ജറ്റാണ്. 40% തുക സംസ്ഥാനം മാറ്റിവെക്കണം. PM ശ്രീ പദ്ധതി നടപ്പാക്കണമെങ്കിൽ 40% സംസ്ഥാനം കൊടുക്കണം. കേരള സർക്കാർ വെള്ളി രൂപ മാറ്റിവെച്ചിട്ടുണ്ടോ? ബാലഗോപാലിന്റെ ബഡ്ജറ്റ് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ബാലഗോപാലിന്റെ ബഡ്ജറ്റിൽ PM ശ്രീ പദ്ധതി 60% ബാക്കി തുക കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ ബാലഗോപാലിന്റെ ബഡ്ജറ്റ് കണ്ടേനെ. അപ്പൊ ബഡ്ജറ്റിൽ കേരള സർക്കാർ താങ്കൾ പറഞ്ഞു. ശരി, ഇന്ത്യയോട് അതിലെ സംശയം മറുപടി ചോദിക്കുകയും ചെയ്യാം. സത്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.